ഇടതുപക്ഷം നടത്തിയ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ പൊതുവടം പണിമുടക്കിയ ആളുകൾ അതിനെല്ലാം തള്ളിക്കൊണ്ട് ജോലിക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി. പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ അവർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ്, കേരള രാഷ്ട്രീയത്തിലെ ലീഡർ, കേരള ഇന്ത്യ അസോസിയേഷന്റെ നമ്മുടെ രക്ഷാധികാരിയായ പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ അവർ എത്തിയിട്ടുണ്ടെന്നത് പ്രതികൂല കാലാവസ്ഥയാണ് നമുക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അദ്ദേഹം നേരത്തെ എത്തിച്ചേരേണ്ടതായിരുന്നു, അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. അദ്ദേഹത്തോട് അതിനുള്ള ക്ഷമ ചോദിക്കുകയാണ്. ഇവിടുത്തെ ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിന് പകരം വെക്കാൻ ഒരു കാലത്ത് ഒരു മുഖ്യമന്ത്രി വന്ന ലീഡർ മാത്രമായിരുന്നു നമുക്ക് അംഗീകാരം തന്നിട്ടുള്ള. നമ്മുടെ സംഘടനയ്ക്ക് കേരളത്തിൽ ഒരുപാട് ശമ്പള പരിഷ്കരണം 83-ലെ 1:1 റേഷ്യോ പ്രമോഷൻ അടക്കം ഗോപാലൻ നമ്പ്യാരുടെ ശമ്പള പരിഷ്കരണം, കേരളത്തിലെ സിവിൽ സർവീസിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ശമ്പള പരിഷ്കരണം കൊടുത്തിട്ട് പോയത് ലീഡറാണ്. അതേപോലെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള ശമ്പള പരിഷ്കരണങ്ങൾ. ഈ രണ്ട് നേതാക്കളും കേരള ഇന്ത്യ അസോസിയേഷനെ ശക്തിപ്പെടുത്തുന്നതിന് അച്യുതമേനോൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ അക്കാലത്ത് ചുമതലയുണ്ടായിരുന്ന ലീഡർ നമുക്ക് അംഗീകാരം നൽകിയത്. ഉമ്മൻചാണ്ടി 92-ൽ കേന്ദ്ര പാർട്ടി സംസ്ഥാനത്ത് ലീഡർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നൽകിയത്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത തരത്തിൽ ഈ നേതാക്കളെല്ലാം ഈ സംഘടന ഇന്ന് ലീഡർ ശ്രീ കെ മുരളീധരൻ നമ്മളെ സ്നേഹിക്കുന്നതോടൊപ്പോലെ ഓരോ കാലഘട്ടത്തിൽ ആ പുണ്യാത്മാക്കൾ അവരുടെ ദൗത്യം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിൽ നമ്മുടെ മനോമുഖരത്തിൽ അവരെങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. നമ്മളിലൂടെ ജീവിക്കുന്നു, നമ്മളിലൂടെ എന്ന് പറഞ്ഞതുപോലെ കണ്ണൂർ കള്ളവോട്ട് ചെയ്യാൻ വരുന്നതുപോലെ അല്ല. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ കൈവാങ്ങുന്നതിന്, ശമ്പളം കിട്ടുന്നതിന്, പഠിക്കുന്നതിന് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കിടക്കുകയാണ് ഈ നേതാക്കൾ. നമ്മളെ സംബന്ധിച്ച ജീവിത ഗതിയായിരിക്കുന്ന നേതാക്കൾ. ഞാൻ അനുസ്മരിക്കുകയാണ്, ഞാൻ തീർക്കുന്നില്ല. പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു ഭീഷ്മാചാര്യനാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നതിന് മടിയുള്ളതാണല്ല. ജനാധിപത്യ പ്രസ്ഥാനത്തെ, ജനകീയ ജനാധിപത്യ വിപ്ലവം കൊണ്ടുവരുന്നതിന് അരയും തലയും മുറുക്കി രംഗത്തുള്ളതാണ്. അദ്ദേഹത്തിന് ജയമോ പരാജയമോ അല്ല. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഈ പൊതുസമൂഹത്തിനെ ആഴത്തിൽ സ്പർശിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അവസരങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ എംപിയെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ വഴിമാറുകയാണ്. ഉമ്മൻചാണ്ടി എന്ന മഹാനായ നേതാവിനെ അനുസ്മരിക്കാൻ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയിൽ എക്കാലവും തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ അവർക്കെയാണ് നമുക്ക് ലഭിച്ചത്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ശ്രീ കെ മുരളീധരൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇന്ത്യ അസോസിയേഷൻ ജില്ലയുടെ സമുദായം,
ശ്രീ പ്രശാന്ത ശ്രീ ജവാനകുമാർ ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിച്ച ആശിഷ്ടപ്പെടുത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്ന് ഇന്ത്യൻ അസോസിയേഷൻ്റെ തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നടത്തുന്നത് നേതൃത്വം പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ 2ാം ജന്മവാർഷികം ആചരിക്കുന്ന ചടങ്ങും അതോടൊപ്പം തന്നെ ദീർഘകാലം സർവീസിൽ പ്രവർത്തിച്ച 9 അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള യാത്രയപ്പവുമാണ് നിർദ്ദേശിക്കുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു മികച്ച ഭരണകർത്താവ്, ഒരു ശക്തനായ പാർട്ടി നേതാവ്, എല്ലാത്തിനും ശരിയായി ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു മഹത്വ്യക്തിയെ. മാത്രമല്ല, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വളരെ പ്രയാസമുള്ള സാമ്പത്തിക ചുറ്റുപാടിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധിക്കാനുണ്ട്. ഒരുപക്ഷെ ശ്രീ കെ കരുണാകരനും ഉമ്മൻചാണ്ടി രണ്ടുപേരും പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരാവാൻ കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് അവർക്ക് പറയാനുള്ള കാരണം നമുക്കറിയാം. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ആദ്യത്തെ തവണ ഒരു യുവാവിനെ കാണാനുള്ള പ്രശ്നത്തിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും രാജ്യ സംഭവത്തിലേക്ക് അധികം വ്യാഖ്യാനിക്കും. അന്ന് ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നിയമസഭയിൽ ശ്രീ കെ കരുണാകരൻ ഇങ്ങനെയൊരു ചെറുപ്പക്കാരൻ കസ്റ്റഡിയിലില്ല എന്നത്. എന്നാൽ പിന്നീട് ഹൈക്കോടതി അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾക്ക് ലഭ്യമായ തെളിവുകൾ അനുസരിച്ച് അങ്ങനെ ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉണ്ടെങ്കിൽ ഹാജരാക്കണം, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് അടുത്ത സിറ്റിക്ക് ബോധ്യപ്പെടുന്നത്. അത് ഞാൻ അവിടുന്ന് പല പാർട്ടി പ്രവർത്തകരും പല നേതാക്കന്മാരും അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തിനാണ് പറഞ്ഞ് രാജിവെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് അനുസരിച്ചാണല്ലോ അതിൻ്റെ സഭയിൽ പറയുന്നത്. അത് ആ റിപ്പോർട്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ പറയും. കാരണം അദ്ദേഹം പറഞ്ഞ മറുപടി അങ്ങനെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ കോടതി വ്യവഹാരങ്ങൾ ഞാൻ രക്ഷപ്പെടുകയും, പക്ഷേ പിന്നീട് ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കും.